അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വളരെ വേണ്ടപ്പെട്ട മഹിബികളെ, വലിയ സന്തോഷമാണ്, റാഹത്താണ്. ഒരുപാട് പേര് കമൻറ്റിൽ സന്തോഷം പറയുന്നുണ്ട്, ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ നമ്മുടെ ക്ലാസ് ഏറ്റെടുക്കുന്നുണ്ട്. നിർബന്ധമായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ പങ്കാളിയാകണം. സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കണം, ഓൾ സെലക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വരും. അൽഹംദുലില്ലാഹ്, ഇന്ന് പരിശുദ്ധമായ ശഅബാനിൻ്റെ പോരിശയാക്കപ്പെട്ട ആദ്യത്തെ വെള്ളിയാഴ്ചയുടെ പകലിലാണ് നമ്മളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ പരിശുദ്ധമായ മുഹൂർത്തം അള്ളാഹു നമുക്ക് അനുവദിച്ചു തരിക, ഈ ഒരു സന്ദർഭത്തിലേക്ക് നമ്മൾ വരിക എന്ന് പറയുന്നതിന് വലിയ നിഅമത്താണ്, വലിയ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഈ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിറഞ്ഞ മൂല്യമുള്ള ഈ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല ഇന്ന് വച്ചിരിക്കുന്ന എല്ലാ നിഅമത്തും നമുക്ക് സ്വായത്തമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു 3 സമയങ്ങൾ നമ്മൾ ഇന്നത്തെ പരിശുദ്ധമായ ദിവസത്തിൽ പ്രത്യേകിച്ച് ദുആ ചെയ്യേണ്ട സന്ദർഭമാണ്. സഹോദരന്മാരും സഹോദരിമാരും അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുക്കുക. മാത്രമല്ല, ഇന്ന് പരിശുദ്ധമായ സെഹ്റു സ്വലാത്തിന്റെ മാസത്തിന്റെ സ്വലാത്തിൽപ്പെട്ട യൗമുസ്വലാത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. അതായത് സ്വലാത്തിന്റെ ദിവസമാണ് വെള്ളി, സ്വലാത്തിന്റെ മാസമാണ് ശഅബാൻ. അപ്പൊ രണ്ടിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തം ഇന്ന് 300 സ്വലാത്തിൽ കുറയാതെ സ്വലാത്ത് മുഅ്മിനീങ്ങളായ എല്ലാവരും ഈമാൻ ഉണ്ടെങ്കിൽ, അതിന് പീരീഡ്സ് തടസ്സമല്ല, ഒന്നും രോഗിയായി കിടക്കുന്ന തടസ്സമല്ല, നമുക്ക് തിരക്ക് തടസ്സമല്ല, ഒന്നുമല്ല. 300 സ്വലാത്തിൽ കുറയാതെ ഇന്ന് ചൊല്ലണം നിർബന്ധമായും. അത് 700 പരിശുദ്ധമായ ശഅബാനിൽ. സാധാരണ വെള്ളിയാഴ്ചയിൽ 300, ശഅബാനിൽ മിനിമം 700. ആ ഒരു സ്വലാത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ പാരായണം ചെയ്യണം. അതിന് സ്വലാത്തുകൾ എമ്പാടുണ്ട്. നമുക്ക് ചൊല്ലാൻ കഴിയുന്ന, അറിയുന്ന, കുഞ്ഞുനാൾ മദ്രസ മുതലേ നമ്മൾ പഠിച്ചു വന്ന സ്വലാത്തുണ്ടല്ലോ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വലാത്ത് തന്നെ മതിയാകും അല്ലാഹു റഹ്മത്തിന്റെ 70 കവാടങ്ങൾ നമുക്ക് തുറന്നു നൽകാൻ. റഹ്മത്തിന്റെ 70 ബാബുകൾ തുറന്നു നൽകും. മാത്രമല്ല, നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ സ്നേഹം, ഭാര്യയ്ക്ക് ഭർത്താവിന്റെ, ഭർത്താവിന് ഭാര്യയുടെ, മക്കൾക്ക് മാതാപിതാക്കളുടെ, മാതാപിതാക്കൾക്ക് മക്കളുടെ, കൂട്ടുകുടുംബാദികളുടെ എല്ലാം നല്ല സ്നേഹബന്ധമുണ്ടാകാൻ വലിയ മസ്റ്റാണ്. പിന്നെയോ ജീവിച്ചിരിക്കുമ്പോൾ മരണത്തിന് മുമ്പ് പുണ്യറസൂലിനെ കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്വലാത്ത് ചൊല്ലിയാൽ മതിയാകുമെന്നാണ് പുണ്യറസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് ആക്റ്റീവായി ചൊല്ലാൻ പറ്റുന്ന സ്വലാത്താണ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിവിന്റെ പരമാവധി പ്രിയപ്പെട്ടവരെ ഈ സ്വലാത്ത് നമ്മൾ പ്രത്യേകിച്ച് പാരായണം ചെയ്യണം. ഇന്നത്തെ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദുആക്ക് ഇജാബത്ത് വളരെ പ്രതീക്ഷിക്കപ്പെടുന്ന നേരമാണ് ജുമുഅക്ക് മുമ്പുള്ള നേരം. അള്ളാഹുവിന്റെ മുന്നിൽ വിശ്വാസിന്, അപ്പൊ സഹോദരിമാരെ സംബന്ധിച്ചോളം ളുഹർ നിസ്കാരമാണ്. അതിന് മുമ്പ് നിസ്കരിക്കാൻ പറ്റാത്ത മൊമെന്റാണ്. എങ്കിലും ളുഹർ നിസ്കരിക്കുന്നതിന് ഏകദേശം ളുഹർ ബാങ്കിന് ശേഷമുള്ള ആ ഒരു നേരം ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുആരക്കണം. നിസ്കാരം കഴിഞ്ഞാൽ, അത് ജുമുഅ നിസ്കാരം കഴിഞ്ഞാലും ളുഹർ നിസ്കാരം കഴിഞ്ഞ സഹോദരിമാര് പ്രത്യേകിച്ച് ദുആരക്കണം. സഹോദരന്മാര് പള്ളിയിൽ നമ്മുടെ ഇമാമ് മിമ്പറിൽ ഇരുന്നത് മുതൽ നിസ്കാരം കഴിയുന്നതിൻ്റെ ആ ഒരു സമയം വരെ വലിയ ഇജാബത്തുള്ള നേരമാണ്. പ്രധാനപ്പെട്ട ആ സമയം വിനിയോഗിക്കണം. അതുമാത്രമല്ല, ഇന്നത്തെ അസർ കഴിഞ്ഞ നേരം സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച നേരമാണ്. ഇന്നത്തെ വെള്ളിയാഴ്ചയുടെ അസർ കഴിഞ്ഞ് മഗ്രിബിനിടയിലുള്ള ഒരു നേരം. ആ ഒരു സമയത്ത് നിസ്കാരമില്ലാത്ത മൊമെന്റിൽ പോലും, എന്ന് പറഞ്ഞാൽ പീരീഡ്സിന്റെ സമയമാണെങ്കിൽ പോലും സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം വളരെ എഫക്റ്റീവാണ്. ആ നേരത്ത് ദുആ ചെയ്യാതെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വെള്ളിയാഴ്ചയിൽ സഅത്തുൽ ഇജാബത്തുണ്ട്, ഇജാബത്ത് കിട്ടുന്ന ഉറപ്പുള്ള ഒരു സന്ദർഭമുണ്ട്, ഒരു മൂവ്മെന്റ് ഉണ്ട്. എന്നിട്ട് ആ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ഉലമാക്കൾ ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും മസ്റ്റാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വഹീന്റെ വാക്കിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബഅദൽ അസ്ർ, വെള്ളിയാഴ്ച അസ്ർ കഴിഞ്ഞിട്ടുള്ള നേരം ഭയങ്കര ഇജാബത്താണ്, നമ്മളെല്ലാം ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ കഴിവിന്റെ പരമാവധി പ്രിയപ്പെട്ടവരെ 700-ൽ കുറയാതെ കുഞ്ഞു സ്വലാത്താണെങ്കിലും ആ സ്വലാത്ത് പാരായണം ചെയ്യണം. അതോടൊപ്പം നമ്മൾ പ്രധാനപ്പെട്ട ദുആ ചെയ്യേണ്ട 3 മൂമെന്റുകൾ പറഞ്ഞിട്ടുണ്ട്. ആ സമയങ്ങളെ വിനിയോഗിക്കണം. അൽഹംദുലില്ലാഹ്, പരമാവധി റജബും ശഅബാനും ബറക്കത്തിലാക്കി നൽകണം. റമദാനിലേക്ക് ആഫിയത്തോടെ സലാമത്തോടെ എത്തിക്കണമെന്ന തേട്ടം നിർബന്ധമായിട്ടും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ കമന്റിൽ വരുന്ന, ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കുന്ന, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരുണ്ട്, സഹോദരന്മാരുണ്ട്, പ്രായമുള്ളവരുണ്ട്, രോഗികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, സഹോദരിമാരുണ്ട്, മക്കളുണ്ട്, ഒട്ടനവധി ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ക്ലാസ് കേട്ടു, അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ അറിയാതെ ഓട്ടോമാറ്റിക് എല്ലാവർക്കും ഷെയർ ആയി പോകാൻ വേണ്ടിയാണ് കമന്റും ലൈക്കും നിർബന്ധമാണ്, മസ്റ്റാണ്. അള്ളാഹു സഹായിക്കട്ടെ. ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച കൊണ്ട് സ്വർഗത്തിൽ കിടക്കുന്ന 6 ലക്ഷത്തിൽ പരം ആളുകൾക്ക് ഇന്ന് നരകമോചനം എഴുത്തുക്കുമെന്നാർ കൊടുക്കും. അതിലൊരാളാകാൻ അള്ളാഹു നമ്മളെ തിരഞ്ഞെടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.